നമ്മളിന്ന് നമ്മൾ ഒരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചായിരുന്നു എങ്കിലും കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് തയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് ഞാൻ പ്രിൻസസ് കട്ട് തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഫാബ്രിക്. ഇതിനൊരു ഇച്ചിരി തിളക്കമുണ്ട്, കണ്ടോ, തിളക്കമുണ്ട്. ലൈനിങ് മെറ്റീരിയൽ ഇതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പം ശ്രദ്ധയോടുകൂടി ഇരിക്കുക. പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് നമുക്ക് ചെയ്യാം. ഞാൻ സാധാരണ എന്നും ഇങ്ങനെ മടക്കി നമ്മുടെ ആവശ്യത്തിനുള്ള ഭാഗം ഇങ്ങനെ മടക്കിയെടുത്തായിരുന്നു ചെയ്യുന്നത്. നമുക്കിത് നേരെ തിരിച്ച് ഇങ്ങനെ ഫുൾ മടക്കി ഇട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഈ പാർട്ടാണ് ഇവിടുന്ന് വെട്ടിയെടുക്കുന്നത്. ബാക്ക് പാർട്ട് നമുക്ക് വെട്ടിയെടുക്കാം. അതിന് 15, എനിക്ക് സത്യത്തിൽ 15.5 ഇറക്കം വേണം സാധാരണ സാരി ബ്ലൗസിനാണെങ്കിൽ. അത് വെച്ച് അങ്ങെടുക്കുക. എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാം കൂടെ 16 ഇഞ്ച് എടുക്കാം. 16 ഇഞ്ചാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. രണ്ട് വശത്തും നമ്മൾ 16 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. നമുക്കതിനെ സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിക്കാം. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, തയ്യൽ തുമ്പ് സാധാരണ ഇടുന്ന സ്വഭാവം എനിക്കില്ല. ഈ പ്രാവശ്യം ഞാനൊരു തയ്യൽ തുമ്പ് കൂടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ അളവെന്ന് പറയുന്നത് ചെസ്റ്റ് 41, ബസ്റ്റ് 41, 34 വേസ്റ്റ് സൈസ്, 17.5 ആം ഹോൾ റൗണ്ട്. അത് വെച്ചാണ് ഈ 3 അളവ് വെച്ചാണ് നമ്മൾ ഇത് വെട്ടുന്നത്. എനിക്ക് ടോട്ടൽ ഷോൾഡർ 8 ഉണ്ട്. ഞാൻ ഇവിടെ 6 ഇഞ്ച് എടുക്കുന്നു. 6 ഇഞ്ച് ഷോൾഡർ, ഇവിടെ 6 ഇഞ്ച് അകലം എടുക്കുന്നു. കൈക്കുഴിയും സെയിം 6 ഇഞ്ച് തന്നെ നമ്മൾ താഴേക്ക് ലൈനായിട്ട് വരച്ചിട്ട് കൈക്കുഴിയും കറക്റ്റ് 6 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ഒരു ചെസ്റ്റ് ലൈൻ ഇവിടെ വരച്ചിട്ടേക്കാം. ഇതൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാം. ആം ഹോൾ കൂടെ വേണേൽ വരച്ചേക്കാം. അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. മൊത്തം എനിക്ക് 41 വേണ്ടേ. ഇതൊരു നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ലൈനിങ് തുണി വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കറക്റ്റ് ബോഡി ഫിറ്റ് ആണെങ്കിൽ പോലും 1 ഇഞ്ച് കൂടെ കൂടുതൽ എടുക്കുക. അപ്പം 41, 42ൻ്റെ 4/1 10.5 ഞാൻ ചെസ്റ്റ് ലൈൻ വരച്ചു. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. കഴുത്ത് പ്രാവശ്യം 3 കൊടുക്കുന്നില്ല, 2.25 എടുക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ 2.25 എടുത്തിട്ട് ഇറക്കം ഒരു 10 ഇഞ്ച് ഇറക്കം കൂടെ താഴെ കൊടുക്കുക. തയ്യൽ തുമ്പെല്ലാം ഉൾപ്പെടെയാണ് താഴെ 10 ഇഞ്ച് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ സത്യത്തിൽ വെറുതെ ഈ കഴുത്തൊന്ന് ചുമ്മാതെ വരച്ചിടുന്നതേ ഉള്ളൂ. ഞാൻ ഏത് ഡിസൈൻ വേണമെന്നൊന്നും നോക്കിയില്ല. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ വരച്ചിടാം. ഇപ്പം തൽക്കാലം ഞാൻ ചുമ്മാ ഒരു ഷേപ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. ഫൈനലി തയ്ക്കുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും വെച്ചാൽ ചെയ്തോളാം. അങ്ങനെ ഓർക്കുന്നത്. ഈ നമുക്ക് ആം ഹോൾ കർവ് വെച്ച് നമുക്ക് ഈ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ കഴുത്ത് ചെയ്യാം. ഞാൻ ആലോചിച്ചിട്ടേ ലാസ്റ്റ് ഫൈനൽ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഒരു 1/2 ഇഞ്ചൂടെ പുറത്തോട്ട് തള്ളി വരച്ചിട്ട് ഈ ഷേപ്പിലൊരെണ്ണം ഇടുവാണേ. അപ്പോൾ അവിടെ ഒരു 3-3.25 അകലമുണ്ട്. 3.25 അകലത്തിൽ നിന്നുകൊണ്ട് അത് കൂടുതലാണ്. 2.5 ഇഞ്ച് മേലോട്ട് കയറ്റിയിട്ട് ഞാൻ ഇങ്ങനൊരു ഷേപ്പ് നോക്കുക. നമ്മൾ പണ്ട് വരയ്ക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെയൊരു ഷേപ്പ്. ഇത് ലാസ്റ്റ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. മിക്കവാറും എല്ലാം കഴിഞ്ഞ് ഞാൻ യു ഷേപ്പ് തന്നെ എടുക്കും. ഞാൻ ചുമ്മാ വരച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അത് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഇനി നമുക്ക് ഈ 3 പോയിൻറ്റും തമ്മിൽ ചേർത്ത് നമുക്ക് ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ വരയ്ക്കാനായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇത് വേണമെന്നൊന്നുമില്ല, കൈ കൊണ്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ വെള്ളം വരയ്ക്കാം. അപ്പം ഞാനങ്ങ് ചേർത്ത് വരച്ച് കഴിയും. നമുക്കിനിയും വേണമെങ്കിൽ അത് എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കാം. ആ തയ്യൽ തുമ്പ് വിട്ടേക്കണം. തന്നെയല്ല, ഇനി ഒരു 4 ഇഞ്ച് നമുക്ക് അവിടെ സ്ലോപ്പും കൂടെ കൊടുക്കണ്ടേ. എന്നിട്ട് നമുക്ക് നോക്കാം, അളന്ന് നോക്കാം എത്രയുണ്ടെന്ന്. കറക്റ്റ് എത്രയുണ്ട് കാണാവോ നിങ്ങൾക്ക്? എത്ര ഉണ്ടത്? 8.25. കറക്റ്റ് 8.25 ഉണ്ട്. 8.25 എന്ന് പറയുമ്പോൾ 8, 8, 17, 17.5 കൃത്യം ആം ഹോൾ റൗണ്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടി നോക്കാം. മൊത്തം 34 വേസ്റ്റ് വണ്ണം. അതിൻ്റെ 4/1 8 4 8.5
8.5 1 ഇഞ്ച് ഞാൻ ടക്കിനും കൊടുത്തു, 1.5 ഇഞ്ച് സീം അലോവൻസും കൊടുത്തു. അപ്പം ബാക്ക് പാർട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. നമുക്കിനൊരു ടക്ക് കൂടെ കൊടുത്തേക്കാം. ടക്ക് നമുക്ക് 4.5 ഇഞ്ച് അകലത്തിൽ അടയാളപ്പെടുത്തുന്നു. ഹൈറ്റും 4.5 ഇഞ്ച് കൊടുക്കുന്നു. ഹൈറ്റും 4.5, നടുക്കുന്നുള്ള ഡിസ്റ്റൻസും 4.5. ആ പോയിൻ്റ് നമുക്ക് മേലോട്ട് വരുമ്പം ഇച്ചിരി ഇങ്ങനെ കനം കുറച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. ടക്കിടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ടക്കിടണം ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പണ്ടൊന്നും ടക്കിടത്തേ ഇല്ലായിരുന്നു. നമുക്ക് വെട്ടിയെടുക്കാം. ഈ ടക്ക് പോയിൻ്റ് കൂടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടേക്കാം. 3 പോയിൻറ്റും ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗത്തുനിന്ന് ഫ്രണ്ട് എടുക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് ഞാൻ ചെയ്യുക. കാരണം ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ, അപ്പോൾ നമുക്ക് ആ തുറന്ന വശം തന്നെ എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. നിങ്ങൾക്കിത് കാണാൻ ബുദ്ധിമുട്ടല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി തിരിച്ചിട്ട് തരാവേ. തിരിച്ചിട്ട് കാണിക്കാം. ഇതാകുമ്പോൾ സൗകര്യമല്ലേ. 1/2 ഇഞ്ച് ഞാനവിടെ ഓപ്പൺ ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിട്ടാണ് ബാക്കി ഇനി ഫ്രണ്ട് അടയാളപ്പെടുത്താൻ പോകുന്നത്. 1/2 ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഷോൾഡർ, കൈക്കുഴിയ എല്ലാം നമ്മൾ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ആം ഹോൾ വരയ്ക്കാനെടുത്ത ആ വശം ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇറക്കം കൂടുതൽ എടുത്തിട്ടില്ല. ബാക്കിൻ്റെ സെയിം ഇറക്കം എടുക്കുന്നു, അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ബാക്ക് മാറ്റുക. ഈ ബാക്ക് ഭാഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. ബാക്കിൻ്റെ ഈ അടിഭാഗമില്ലേ, നമ്മുടെ സൈഡ് വരുന്നിടം, അവിടെ തന്നെ ശരിക്കും അത്ര ഇറക്കത്തിൻ്റെ ആവശ്യമില്ല. അവിടെ നമുക്കൊരു 3/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയ്ക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയും. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല, വരച്ചിട്ടെന്നേ ഉള്ളൂ. കഴുത്ത് വേണ്ടേ? ഫ്രണ്ടിൻ്റെ കഴുത്താണേ. കഴുത്ത് ഞാനൊരു 6.5 എടുക്കുന്നു. സാധാരണ ഞാൻ 7 എടുക്കുന്ന, ഇന്ന് ഞാൻ 6.5 എടുക്കുന്നുള്ളൂ. ഇറക്കം കുറച്ചാൽ, ഫ്രണ്ട് ഇറക്കം കുറച്ചാൽ, ബാക്കിൽ ഇറക്കം ഉണ്ടല്ലോ, സ്വല്പം കൂടെ പുറത്തോട്ടൊന്ന് ഇറക്കി. 2.25 ഉള്ളൂ. അപ്പോൾ ഒരു 3 ഇഞ്ച് പുറത്തോട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ കഴുത്ത് വരയ്ക്കുന്നു. അവിടെ ആ വര അങ്ങ് മായ്ച്ച് കളയാവേ. ആ ഇൻറ്റു ചിഹ്നം ഓർക്കുന്നുണ്ടല്ലോ. ആ ബാക്കിൻ്റെ ആം ഹോൾ കാണാൻ വേണ്ടി ഞാൻ മുമ്പേ അടയാളപ്പെടുത്തി വെച്ചിരുന്ന, നമുക്കതൊരു അടയാളപ്പെടുത്തിയേക്കാം. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ പോയിൻ്റില്ലേ നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച, അവിടുന്ന് ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് കഴുത്തിൻ്റെ ഭാഗത്തോട്ട് മാറ്റി നമ്മളൊരു പോയിൻ്റ് കൊടുക്കുന്നു. അവിടെ ഒരു 1/2 ഇഞ്ച് മാറ്റി ഒരു പോയിൻ്റ് കൊടുത്തിട്ട് ഒരു സ്വല്പം നീക്കി വരയ്ക്കും. എന്നിട്ട് ഇനിയും നമ്മൾ ഫ്രണ്ടിൻ്റെ ആം ഹോള് വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാവോ? ഈ പോയിൻ്റിലോട്ട്, ഈ പോയിൻ്റ് പറഞ്ഞാൽ മുമ്പത്തെ പറഞ്ഞതിന് തുല്യമായ ആ ഭാഗവും ഈ ഭാഗവും കൂടെ ചേർത്താണ് നമ്മൾ ആം ഹോൾ കർവ് പുത്തനായിട്ട് വരയ്ക്കുന്നത്. അപ്പം നമ്മൾ ഇറക്കി ഇങ്ങനെ വരച്ചു, കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇച്ചിരി ഇറക്കി ചേർത്ത് വരച്ചു. പോയിൻ്റ് എന്നതായിരുന്നു? തെറ്റാണല്ലോ, അത് തന്നെയായിരുന്നു മുമ്പത്തെ ഏതാണ്ട് വരയാ. 10.5 ഇതാണേ, 10.5 ഇതാണ്, ബാക്കി 1.5 ഇതല്ലേ ശരി? മറ്റേ പോയിൻ്റ് വേറെ ഏതാണ്ടായിരുന്നു. ഇനി നമുക്കിനിയും നമ്മുടെ അപ്പക്സ് പോയിൻ്റ് കണ്ടുപിടിക്കാം. ഈ ഷോൾഡർ ഒന്നൊരു നേരെ വരയ്ക്കാം. ഷോൾഡറിൽ നിന്ന് ഞാൻ 11 ഇഞ്ച് എടുക്കുക ഈ പ്രാവശ്യം. ഞാൻ 11 ഇഞ്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് 41 ഇഞ്ച് 42 ഇഞ്ച് ചെസ്റ്റ് അളവുണ്ടെങ്കിലും ചെറുപ്പക്കാരാണെങ്കിൽ 11 വേണ്ട, 10.5 10 ഒക്കെ നിർത്താം കേട്ടോ. അത് നമുക്ക് ഓരോരുത്തരുടെ പ്രായവും ശരീര ഷേപ്പൊക്കെ ഡിപ്പെൻഡ് ചെയ്താൽ ഞാൻ 11 എടുക്കുന്നു. ഇനി എത്രയാണ് അകലം? BP to BP, ബ്രസ്റ്റ് പോയിൻറ്റുകൾ തമ്മിലുള്ള അകലം അതറിയാനൊരു മാർഗമുണ്ട്. എനിക്ക് ചെസ്റ്റ് 41 അല്ലേ, അപ്പം 41നെ 10 കൊണ്ട് ഹരിച്ചാൽ 4.1 കിട്ടും. 4.1 4.2 എനിക്ക് എടുത്താൽ മതി. അപ്പം 36 ഉള്ളവർക്ക് 3.6 3.7 എടുത്താൽ മതി കേട്ടോ. 44 ഉള്ളവർക്ക് 4.4 അങ്ങനെ നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ ആ 4.2 അടയാളപ്പെടുത്തുന്നു. ഇനി അവിടെ തൊട്ട് പുറകിലായിട്ട് ഒരു 1/2 ഇഞ്ച് ബാക്കിലേക്ക് ഒരു പോയിൻറ്റും കൂടെ അടയാളപ്പെടുത്തി. ഇനി ഈ ബാക്കിൽ നിന്ന് അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്നും 3 ഇഞ്ച് ആണ് നമ്മൾ ടക്കിന് വേണ്ടി എടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആടി ഒന്ന് ചേർത്ത് വരയ്ക്കട്ടെ.
ആ 3 ഇഞ്ച് എടുത്തിടത്തുനിന്ന് 1 ഇഞ്ച് ഞാൻ മുകളിലേക്ക് ലൈൻ വരച്ചു. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ബാക്കിൻ്റെ അത്ര ഇറക്കവേ എനിക്കിതിനുള്ളൂ. ഇനി നമ്മൾ ഈ അപ്പെക്സ് പോയിൻ്റ് കണ്ടെടുത്തുന്ന ഈ കർവ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കുക. ഈ പോയിൻ്റ് 1 ഇഞ്ച് വരച്ചില്ല ഞാൻ. അവിടെ നിന്ന് നമുക്ക് ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് വരയ്ക്കാം. അങ്ങനെയല്ല, തിരിഞ്ഞല്ലേ ഇരിക്കണ്ടേ, തിരിഞ്ഞു വരണം. അങ്ങനെ വരുന്നത് കണ്ടോ, ഇങ്ങനെ ആ ഷേപ്പിൽ വന്നിട്ട് നമുക്കത് ഇതിനോട് കൂട്ടിച്ചേർക്കാം. ആ 2 പോയിൻറ്റുകളെയും തമ്മിൽ ചേർത്ത് ഞാൻ വരച്ചു. ഇനി നമുക്ക് ഇവിടെ ഇതല്ലേ കറക്റ്റ് നടുക്കത്തെ പോയിൻ്റ്, ആം ഹോളിൻ്റെ അവിടുന്ന് കറക്റ്റ് 1/2 ഇഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമ്മൾ ഓരോ ലൈൻ വരയ്ക്കുന്നു. ഇനി ആ 2 ലൈനിൽ നിന്നും നമ്മൾ ഈ മുമ്പത്തെ പോയിൻറ്റിലേക്ക് ഓരോ ലൈൻ വരയ്ക്കുവാണേ. ഇത് ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കാം, അല്ലേ നേരെ ഇരിക്കുകയല്ലേ. അത് സെൻറ്ററിൻ്റേത്, ഇനിയും ഇങ്ങേയറ്റത്തേത്. ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം ശരിക്കും. അതാ മൂന്നാമത്തെ പോയിൻ്റ് ഇതിങ്ങനെ കേർവായിട്ട് വരണം. ചിലരിങ്ങനെ നേരെ വരയ്ക്കുന്ന കാണാം. നമുക്കതൊരു ഷേപ്പിന് വരയ്ക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട് പാർട്ടിൻ്റെ പ്രധാന പണി തീർന്നു. ഇനി ഇച്ചിരി പണികളുണ്ട്. ഇതെല്ലാം ഒന്ന് ഷേപ്പിന് വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് അളന്ന് നോക്കാം. ഇവിടെ 1 ഇഞ്ച് ശരിക്കും പോയിട്ടില്ലേ, അതുകൊണ്ട് നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിന് 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നു. ആ ടക്കിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 1/2 ഇഞ്ച് എടുത്ത് കളഞ്ഞുകൊണ്ടാണ് ആ 1 ഇഞ്ച് എടുത്തത്. ഇനി താഴെ 1 ഇഞ്ച് ഞാൻ കൂടുതൽ നീളത്തിൽ വരയ്ക്കും. നമുക്കിതൊന്ന് അളന്ന് നോക്കാം. ഉണ്ടോ, 6.8 ഉണ്ട് അവിടെ, 6.8 ഉണ്ട്. അപ്പോൾ ഇതും 6.8 ഉണ്ടോ നമുക്ക് നോക്കണം. തയ്ച്ച് വരുമ്പോൾ അല്ലേ കൂടെ കാണുകയില്ല, ഇല്ല. ആ കുറവുള്ളത് നമുക്ക് മുകളിലേക്ക് അത്രയും കൂടുതൽ കയറ്റി വരയ്ക്കണം. കണ്ടോ, ഇപ്പോഴാണ് അത് രണ്ടും ഒരുപോലെ ആയത്. ഇനി ഈ അപ്പെക്സ് പോയിൻ്റ് അവിടെ നിന്ന് താഴേക്കുള്ളത് നമുക്ക് നോക്കാം. അത്രയും തന്നെ വേണം. ഈ കർവ് വളഞ്ഞ് വരുമ്പോൾ ഉണ്ടോയെന്ന് അവിടെ ഒരു സ്വല്പം കൂടെ മതി, ഇത്രയും വേണ്ട. അപ്പോൾ അത്രയും നമ്മൾ കൂടുതൽ നീളം ചേർത്ത് വരയ്ക്കുന്നു. അപ്പം നമുക്ക് ഈ കൂടുതലെടുത്ത ഭാഗത്തു നിന്ന് സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ആർച്ച് പോലെ വരച്ച് ചേർക്കാം. ഇതിപ്പോൾ ഒരു ഷേപ്പില്ലാതല്ലേ, പിന്നെ നമുക്ക് ആവശ്യം എല്ലാം കഴിയുമ്പോൾ നമ്മൾ തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്താൽ മതി. വേണ്ടി വന്നാൽ വലിയ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. ഇനിയും താഴെ ശരിക്കും എത്ര വേണ്ടത്? 8.5 അല്ലേ? 8.5യും സീം അലവൻസ് 1.5 അല്ലേ? ഇത് 3.5 ഉണ്ട്. 3.5 ഉണ്ടെന്ന് പറയുമ്പം ഈ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും, ഇവിടെയും തയ്യൽ തുമ്പ് പോവും. അപ്പോൾ ഇവിടെ 3.25. ഈ 3.25 കഴിഞ്ഞ് ബാക്കിയുള്ളത് വേണം നമുക്ക് കിട്ടാൻ, അല്ലേ? ആ 3.25 അത്രയും ഓർത്തോണ്ട് ബാക്കി നോക്കുമ്പോൾ 8.5 വരണം. 8.5 പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും വരണം. നമുക്ക് ആ പോയിൻറ്റുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റം കൈക്കുഴിക്ക് വന്നില്ലേ? കൈക്കുഴിയുടെ അവിടെ ഒരു അതുപോലെ തന്നെ നിൽക്കും, ഇപ്പുറത്ത് സ്വല്പം കയറിയില്ലേ? അപ്പോൾ നമ്മൾ വേറൊരു പണി ചെയ്യും. നമ്മൾ നേരത്തെ ഫ്രണ്ടിന് വരച്ച ആം ഹോളിൻ്റെ അവിടുന്ന് 1 ഇഞ്ച് താഴേക്ക് നമ്മൾ ഇറക്കി വരയ്ക്കും. ഇനി ആ ഇറക്കി വരച്ച അതും ഈ പോയിൻറ്റോട് തമ്മിൽ ചേർത്താണ് ബാക്കി ആം ഹോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. കണ്ടോ, അങ്ങനെ ഇരിക്കും. അപ്പം നമ്മുടെ പണി കഴിഞ്ഞു, 2 പീസായി. അപ്പം ആ ആദ്യം കണ്ടതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടായി.
വൃത്തിയായില്ലേ? ഇപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട്. ഇങ്ങനെ വേണം ചേർന്ന് വരാൻ. കണ്ടോ? കറക്റ്റായില്ലേ? ഞാൻ കാണിക്കാം നിങ്ങളെ. ഇങ്ങനെ വരും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രണ്ട് കിട്ടും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചതിനേക്കാൾ വളരെ നല്ലതായിട്ട് നമുക്കിത് കിട്ടും. അങ്ങനെ ഇവിടെ വല്ല നമ്മൾ നോക്കണ്ടേ. ഇതാ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും നമ്മൾ വെക്കുന്നു. ഇതാണ് നമ്മുടെ എന്താ പറയുന്നത്. കണ്ടോ? ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ ഈ ഇറക്കം നിങ്ങൾ നോക്കിക്കേ. ഇതിൻ്റെ ഇറക്കം ഇത്രയല്ല ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇച്ചിരി കൂടുതലല്ലേ. അപ്പോൾ നമുക്ക് ആ എക്സ്ട്രാ ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നോക്കാം. ഇനിയും കൈ ഇത്രയേ ഉള്ളൂ. സ്ലീവിനും ബാക്കിയുള്ളത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആ മിച്ചമുള്ളതിനെ 4 അങ്ങ് മടക്കി. പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. അതിൻ്റെ വീതി 8.25 8.5 എങ്ങാണ്ടേ ഉള്ളൂ. 8.5 കഷ്ടിച്ച് നമുക്ക് എന്നാണെങ്കിലും ഇത്രയേ ഉള്ളൂ. നമുക്കുള്ള ഇത് വെച്ച് ലെവൽ ചെയ്ത് ഇറക്കം നോക്കാം. ഇറക്കം 12 ഇഞ്ചോളം കിട്ടുന്നുണ്ടല്ലോ. 12 ഇഞ്ചിൽ ഞാൻ ലൈൻ വരച്ചു. നമുക്ക് എന്തേരെ വേണം എന്നറിയാനായിട്ട് ഇതിൻ്റെ കൈക്കുഴി മുമ്പ് ഞാൻ അളന്ന് നിങ്ങൾ കണ്ടു കാണും. ഒന്നുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. എത്ര പറഞ്ഞേക്കുന്നേ? 8.25 അല്ലേ? 8.25. ആ 8.25 കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം സ്ലീവിൻ്റെ ഷേപ്പ് 3 അരയിൽ ഒരു വര വരച്ചു. ആ 3 അരയിൽ ഈ തുടക്കം മുതൽ എവിടെയാണോ 8.25 വേണ്ട, 8.25 നിന്ന് 4 ഇഞ്ചൂടെ മാറ്റി 8.5 കിട്ടുന്നത് നോക്കണം. ആ 8.5 നമ്മളൊരു പോയിന്റ് ചെയ്യണം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മുടകൊണ്ട് ഇട്ടിരുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കൈയുടെ അടിവണ്ണം നമുക്ക് 6 മതി. ഒരു 1.5 ഇഞ്ച് എടുക്കുന്നു. നമ്മൾ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വരയ്ക്കുന്നു. ഇവിടെ ഇല്ല അധികം, അതുകൊണ്ട് നമ്മൾ കളയാനില്ല. നമുക്ക് ചെയ്യാൻ ഉള്ളത് വെച്ച് നമുക്കിങ്ങനെ വരച്ചെടുക്കാവേ. ഇത്രയേ ഉള്ളൂ. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്നുണ്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഈ തുറന്നിട്ട് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇത് കൈ കൊണ്ടിട്ട് ഇടപെട്ട് കഴിഞ്ഞേക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ കൈയും നമുക്ക് ആയി. നമ്മുടെ കൈയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്കൊരു പണിയുണ്ട്. ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നല്ല തുണി എടുത്ത് വെച്ചിട്ട് മുമ്പത്തെ പോലെ തന്നെ നല്ല തുണിയെ നമ്മൾ ഞാൻ നല്ല വശം തന്നെ ഓപ്പൺ ചെയ്ത് മുമ്പത്തെ പോലെ തന്നെ നമ്മൾ അതെടുത്ത പോലെ തന്നെ എടുക്കുവാണേ. അതിനേക്കാൾ വീതി ഉണ്ടല്ലോ. നമ്മൾ സ്വല്പം നമുക്ക് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. നമുക്ക് തയ്ച്ച് കളയാം. എല്ലാ പീസും ഇത് ഞാൻ ബാക്ക് പീസ് അടയാളപ്പെടുത്തതായി കാണുന്നത്. അങ്ങനെ ഓരോ പീസും നമുക്ക് ചേർത്ത് വെച്ച് വരച്ചെടുത്ത് ഇപ്പം ഈ നല്ല തുണി വെട്ടുമ്പോൾ ഒരു സ്വല്പം എക്സ്ട്രാ ആയിട്ട് വെട്ടാൻ ഓർക്കണം, ശ്രദ്ധിക്കണേ. ലൈനിങ് തുണിയാണ് കൃത്യമായിട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഇവനെയും വെച്ച് വെട്ടിയെടുക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യണേ, തുടക്കക്കാർ ചെയ്യുമ്പോൾ ലൈനിങ് തുണിയിൽ നിങ്ങൾ തയ്ക്കാൻ വരട്ടെ. നിങ്ങൾ 1-2 എണ്ണം കോട്ടൺ മെറ്റീരിയൽ എടുത്ത്
ചെയ്ത് പഠിക്കണം. 1-2 ചെയ്ത് പഠിച്ചാലേ നമുക്ക് ആ വശം കിട്ടത്തുള്ളൂ തയ്ക്കാനൊക്കെ. തയ്ക്കാൻ നല്ല അത് പെർഫെക്റ്റായി വരത്തുള്ളൂ. എന്നിട്ടേ നിങ്ങൾ ലൈനിങ് തുണി ഉപയോഗിച്ച് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ബാക്ക് വെട്ടി മാറ്റി വെച്ചു. ഇതിനെല്ലാം വെട്ടി മാറ്റാം. അപ്പം നിങ്ങൾ ഇത് തയ്ക്കുമ്പം വെട്ടുമ്പം നല്ല ശ്രദ്ധ വേണം. ഞാൻ പറഞ്ഞ അളവുകൾ വെച്ച് നിങ്ങൾ ആനുപാതികമായിട്ട് നിങ്ങളുടെ അളവുകളെ മെഷർ ചെയ്തെടുക്കണം. അടുത്ത ആഴ്ച ഞാനൊരു 38-ൻ്റേത് വെട്ടി കാണിക്കാം കേട്ടോ. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ 1, 2, 3 വീഡിയോയുടെ കഴിഞ്ഞ് ഞാൻ ആ 48 ഇഞ്ചിൻ്റെ ചുരിദാർ വെട്ടിയത് തയ്ച്ചത് വീഡിയോ ഇട്ടില്ല. ആർക്കെങ്കിലും കാണണമെങ്കിൽ പറയണേ, എങ്കിൽ ഞാൻ വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ ഈ പാർട്ടിയുടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൈയാണ്. കൈ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ വെട്ടിയത്? കൈ വെട്ടിയതിന് ഇച്ചിരി തുണി കുറവുണ്ടായിരുന്നു. അതിന് ഏച്ച് പിടിപ്പിക്കണം. 4 ചെറിയ പീസ് ഏച്ച് പിടിപ്പിച്ചിട്ട് വേണം എനിക്ക് വെട്ടാൻ. അപ്പം നല്ല തുണി ഇഷ്ടം പോലെ ഉണ്ട്, കൊണ്ട് പേടിക്കാനൊന്നുമില്ല. അതുപോലെ നിങ്ങളിത് എടുത്ത് വെക്കുമ്പോൾ എല്ലാം പിൻ ചെയ്ത് വെക്കണേ, മാറിപ്പോകാതെ. ചെറിയ ചെറിയ കഷ്ണങ്ങളല്ലേ. ഇതിപ്പോൾ ശരിക്കും 2ആയിട്ട് മടക്കിയതാണ്. മുമ്പത്തെ പോലെ തന്നെ 4ആയിട്ട് മടക്കുന്നു. ഇതിന് വീതിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഒന്നും നോക്കാനില്ല. നമ്മൾ ലെവൽ ചെയ്തതിന് ശേഷം നമ്മുടെ ലൈനിങ് തുണി എടുത്ത് വെക്കുന്നു, വെട്ടുന്നു. വേറൊന്നും ചെയ്യുന്നില്ല. എക്സ്ട്രാ ചിരിട്ടേച്ച് വെട്ടിയെടുക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരിക. താങ്ക്സ് ഫോർ വാച്ചിങ്.